നിങ്ങൾ ഏത് ഡ്രസ്സ് ഇടണം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണോ, യൂസ് ചെയ്യണ്ടേ, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ ഇല്ലയോ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഭർത്താവാണ്. ഇതെല്ലാം ഒരു കൺട്രോൾ രൂപത്തിലാവുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറൂലേ. എന്ന് വെച്ചാല് നിങ്ങളുടെ ഭർത്താവ് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതും ലേറ്റ് ആയിട്ട് വരുന്നതും ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തില് അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാത്തിലും നിങ്ങളുടെ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാറില്ല. അതില് അദ്ദേഹത്തിന് ഫുൾ ഫ്രീഡമാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇത് എന്റെ ഭർത്താവിന് ഇഷ്ടാവോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് അതിനെ എതിർക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു പേടി. അതുപോലെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ചിന്തിക്കുക, ഇതിന് എനിക്ക് പെർമിഷൻ കിട്ടുമോ, എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് പറയും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്ത് പറയും എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തകൾ. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ലവ് എന്നതിനേക്കാൾ അവിടെ ഒരു കൺട്രോളിംഗ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഷെയർഡ് ഡിസിഷൻസ് ഉണ്ടാവും. നിങ്ങൾ തമ്മിലുള്ള ക്വാളിറ്റി ടൈം, സ്പെൻഡിങ് ടൈം, അതുപോലെ ഫ്യൂച്ചർ പ്ലാൻസ്, നിങ്ങളുടെ കുടുംബത്തിൽ എടുക്കേണ്ട, ഒപ്പം ഇരുന്ന് ആലോചിക്കേണ്ട കുറച്ച് തീരുമാനങ്ങൾ. പക്ഷെ ഇതെല്ലാം നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാതെയാണ് എടുക്കുന്നത്. ഇവിടെ ഷെയർ ഡിസിഷൻസും പേഴ്സണൽ ഡിസിഷൻസും ഒരു ഇംബാലൻസ് രൂപത്തിലാണ് പോകുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരാൾക്ക് ഫ്രീഡവും കിട്ടുന്നുണ്ടാവും, ഒരാൾക്ക് ഭയങ്കര കൺട്രോളിങ്ങും കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. അവിടെ തന്നെ റിലേഷൻഷിപ്പിൽ ഓരോ ഇഷ്യൂസ് വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരാളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല, നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷൻസ് വരെ കൺട്രോൾ ചെയ്യപ്പെടാൻ. അത് സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അല്ലാതെ ഉള്ള ഒരു കൺട്രോളിങ് വരുന്ന സമയത്താണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതുപോലെ ചെയ്യുന്ന ഭർത്താക്കന്മാരാണ് നിങ്ങളെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡം എങ്കിലും നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രീഡം കിട്ടാതെ നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പഴുത് കിട്ടിയാൽ അവർ പറക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. നിങ്ങളുടെ കൺട്രോളിൽ അല്ലാതെ തന്നെ പറക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. സോ പ്ലീസ് മേക്ക് ഹർ കംഫർട്ടബിൾ.